മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകേട്ട നാടാണ് നമ്മുടെ കേരളം. വർഷങ്ങളായി ഇവിടെ മനുഷ്യർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള മതസൗഹാർദ്ദ വാർത്തകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടാവാറില്ല. കാരണം ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കുകയും മതവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മതസൗഹാർദ്ദ വാർത്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പറഞ്ഞു വരുന്നത് മലപ്പുറം അരീക്കോട് നിന്നുള്ള ഒരു വാർത്തയാണ്. മലപ്പുറം അരീക്കോട് സൗത്ത് പുത്തലത്തെ മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനം അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ആഘോഷമാക്കിയത് പള്ളിമുറ്റത്ത് പായസം വിതരണം ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണ് സൗത്ത് പുത്തലത്തെ മിസ്ബാഹുൽ ഹുദ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത്. പുതുക്കിപ്പണിഞ്ഞ പള്ളി കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഈ പള്ളിയുടെ ഉദ്ഘാടന ദിവസത്തിന്റെ രാവിലെ തന്നെ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ രാവിലെ തന്നെ പായസ വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. വൈകുന്നേരത്തെ അസർ നമസ്കാരം കഴിഞ്ഞു പോകുന്ന വിശ്വാസികൾക്കാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ പള്ളി മുറ്റത്ത് വെച്ച് പായസ വിതരണം നടത്തിയത്. 1000-ലധികം പേർക്കാണ് ഇത്തരത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ പായസ വിതരണം നടത്തിയിരിക്കുന്നത്. പുതുക്കിപ്പണിഞ്ഞ മിസ്ബാഹുൽ ഹുദ മസ്ജിദിന് സമീപത്താണ് ശ്രീ സാളി ഗ്രാമക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി ഇവിടത്തെ നാട്ടുകാർ നല്ല രീതിയിലുള്ള സൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നബിദിനത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കും പരസ്പരം ഇവർ പായസം വിതരണം ചെയ്ത് ആഘോഷമാക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ മതവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പലരും അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടത്തെ മതസൗഹാർദ്ദത്തെ അല്ലെങ്കിൽ മനുഷ്യ സൗഹാർദ്ദത്തെ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൗത്ത് പുത്തലത്തെ ഹൈന്ദവ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും ഒത്തുചേർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.